എവിടെ നോക്കിയാലും ചുവപ്പൻ കോട്ടകൾ ഉയർന്നു നിൽക്കുന്ന ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ വിജയം ഒരു അത്ഭുതമായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇടതിനൊപ്പം നിൽക്കുമ്പോഴാണ് ലോക്സഭാ മണ്ഡലത്തിൽ രമ്യ പാട്ടുപാടി ജയിച്ചത്. സിറ്റിംഗ് MP തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. 2 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. അത്രയൊന്നും തെരഞ്ഞെടുപ്പ് ചരിത്രം അവകാശപ്പെടാനില്ല ആലത്തൂർ മണ്ഡലത്തിന്. 2008 രൂപീകൃതമായ മണ്ഡലത്തിൽ 2009 ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുവരെ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമായിരുന്നു. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇടതിനാണ് അനുകൂലം. ആലത്തൂരിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കുമെന്ന് ഇനിയൊന്ന് പരിശോധിക്കാം. 2 തവണ തങ്ങളെ പിന്തുണച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് LDF നടത്തുന്നത്. അതിനായി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് LDF ആലോചിക്കുന്നത്. മന്ത്രിയായ K രാധാകൃഷ്ണന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. അതുമല്ലെങ്കിൽ AK ബാലൻ ആലത്തൂരിൽ മത്സരിച്ചേക്കുമെന്നും വിവരമുണ്ട്. 2019 മണ്ഡലത്തിൽ വലിയ വിജയം നേടിയ രമ്യ ഹരിദാസ് തന്നെ ഇത്തവണയും ആലത്തൂരിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. UDF തൽക്കാലം മറ്റാരുടെയും പേര് ആലോചിക്കുന്നില്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് വേണ്ടി BDJ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പക്ഷേ ഇക്കുറി BJP ഈ സീറ്റ് ചോദിച്ചേക്കുമെന്ന വിവരമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിഭാഗവുമുള്ളത് കർഷകരാണ്. ഇവിടെ UDFും LDFും കനത്ത ഒരു മത്സരത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അതേസമയം കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും NDA തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക.